നിങ്ങൾ ക്ലാസ് വോയിസ് കറക്റ്റ് ആവാത്തതുകൊണ്ടും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടാം, അതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് ഓർത്തുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയർ നമ്മളിപ്പം നോക്കുന്നത്. ഇപ്പം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 1-ൻ്റെ 1.2 ആണ്. സബ്മിഷൻ ഓഫ് ടാക്സസ്, സബ്സമ്മിങ് ഓഫ് ടാക്സസ്, ഫ്രെയിംവർക്ക് ഓഫ് GST ഇൻ ഇന്ത്യ, CGST, SGST, UTSD, IGST, അതിൻ്റെ കമ്പ്യൂട്ടേഷൻ, GSTN, നമ്മൾ പറഞ്ഞാണ് GSTN എന്നാലും ഒന്നുകൂടെ പറയും. പിന്നെ GSTN കോമൺ പോർട്ടൽ, അതിൻ്റെ വെബ്സൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ HSN, SAC, ഇത് നമ്മൾ രണ്ട് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ GSTN, പിന്നെ ഗുഡ്സ് ഔട്ട്സൈഡ് ദി സ്കോപ്പ് ഓഫ് GST. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആദ്യം പോകുന്നത് സബ്സമ്മിങ് ഓഫ് ടാക്സസ് ആണ്. സബ്സമ്മിങ് ഓഫ് ടാക്സസിൽ പറയുമ്പോൾ GST എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, സെൻട്രലിലുള്ള ഒത്തിരി ടാക്സുകളെ കമ്പൈൻ ചെയ്ത് ഒരു ടാക്സ് ആക്കി. അതിന് നമ്മൾ CGST എന്ന് വിളിച്ചായിരുന്നു. സ്റ്റേറ്റ് ഇന്ത്യയിലുള്ള 29 സ്റ്റേറ്റ്സ് പ്ലസ് 2 യൂണിയൻ ടെറിട്ടറീസ് ഹാവിങ് സ്റ്റേറ്റ് പവർ എല്ലാം കൂടെ ആഡ് ചെയ്ത് 31 സ്റ്റേറ്റുകളുടെ വാറ്റുകളെല്ലാം കമ്പൈൻ ചെയ്ത് നമ്മൾ എന്താക്കി, SGST എന്ന് പറഞ്ഞു ഒറ്റ സ്ലാബിൽ കൊണ്ടുവന്നു. ഇവിടെ ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മെനി ടാക്സസ് വെയർ subsummed to a single tax. The single GST is subsummed and several taxes and levies which includes central excise duty, service tax, additional customs duty, surcharges, state level value added tax എല്ലാം കൂടെ ആഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു GST ഉണ്ടാക്കി. അതർ ലെവിസസ് വിച്ച് ആർ ആപ്ലിക്കബിൾ ഇൻട്രസ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് എല്ലാം എന്തിലേക്ക് വന്നു, GSTയിലേക്ക് വന്നു. ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇന്നിന്ന പ്രൊഡക്റ്റുകൾ ഇന്നിന്ന ടാക്സുകൾക്കായിരിക്കും, ഇന്നിന്ന പ്രൊഡക്റ്റുകൾ ഇന്ന ടാക്സുകൾക്കായിരിക്കും, റബ്ബർ അങ്ങനെ പ്രൊഡക്റ്റുകൾക്ക് ഡിഫറെൻറ്റ് ടാക്സ് ആയിരിക്കും എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം GSTയിൽ എക്സംപ്റ്റ് ചെയ്യാത്ത ടാക്സുകൾ, പ്രൊഡക്റ്റുകളും സർവീസുകളും എല്ലാം എൻ്റെ ഉള്ളിൽ വരും, GSTയിൽ വരും. ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നത് ഒരു കഴിഞ്ഞതിന് മുന്നത്തെ ഒരു 3 വർഷം മുമ്പുണ്ടായിരുന്ന ഇഷ്യൂ ആണ്. ഫേസ്ബുക്കിൽ ഇൻകം കിട്ടുക. ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന ഇൻകം സർവീസിന് കിട്ടുന്ന ഇൻകമാണ്. കാരണം ഞാനൊരു എൻ്റെ വീഡിയോ ഉണ്ടാക്കി, ആ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു. അപ്പോൾ ഒരു സർവീസ് ടാക്സിൻ്റെ പെർവ്യൂ വരുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു പലരുടെ ചോദ്യം. ഫേസ്ബുക്ക് ഉണ്ടാക്കുന്ന ഇൻകം സർവീസ് ടാക്സിൽ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഭയങ്കര അധികം വന്നുകൊണ്ടിരുന്ന സമയത്താണ് GST വരുന്നത്. GST വന്നപ്പോൾ GSTനെ ഫേസ്ബുക്ക് ഇൻകം എക്സംപ്റ്റ് ചെയ്യാത്തിടത്തോളം കാലം എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്ക് ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ അത് ഇത്രയും കാലം ഇല്ലാതിരുന്ന ഇൻകം ഇപ്പോൾ എന്ത് ചെയ്യാൻ കിട്ടാൻ തുടങ്ങി. കാരണം ഫേസ്ബുക്ക് വാസ് സംതിങ് വിച്ച് വാസ് നോട്ട് അണ്ടർ സർവീസ് ടാക്സ് റെജീം. സർവീസ് ടാക്സിൽ ഇന്ന ഫേസ്ബുക്കിൻ്റെ ഇൻകം ടാക്സബിൾ ആണെന്ന് എഴുതാത്തിടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റില്ല, സോ ആ സർവീസിന് ടാക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ GST വന്നപ്പം ഇതിനെ എക്സംപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ എല്ലാം എന്തിൽ വരും. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും പരീക്ഷ എഴുതണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ്സിൽ പുതിയതായിട്ടൊരു കൊച്ചു വന്നാലും പരീക്ഷ എഴുതണം. നേരെ മറിച്ച് ഞാൻ നിങ്ങളെ അസൈൻ ചെയ്തു ക്ലാസ്സിലെ 15 പേര് പരീക്ഷ എഴുതിയാൽ മതി. പുതിയതായിട്ടൊരു കൊച്ചു വന്നു, ആ കൊച്ചു പരീക്ഷ എഴുതണോ? വേണ്ട. കാരണം എന്താണ്, ഞാൻ 15 പേരുടെ പേരെടുത്ത് എഴുതിയിട്ടുണ്ട്. ആ 16ാമത്തെ ആൾ വരുമ്പോൾ അയാളെ ഉൾപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്തോടത്തോളം കാലം അയാളെ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം എഴുതിക്കാൻ പറ്റില്ല. ഓൺ ദി അതർ ഹാൻഡ്, ഞാൻ എക്സംപ്റ്റ് ചെയ്യാത്ത ഈ ക്ലാസ്സിലുള്ള എല്ലാവരും പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുതിയ ആൾ വന്നാലും അയാൾ എന്തായി, ആ പരീക്ഷ എഴുതേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്ന പോലെ പുതിയൊരു ഇന്നോവേഷൻ വന്നാലും GST റെജീമിൽ വരും, അൺലെസ് ആൻഡ് അൺടിൽ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ദി GST കൗൺസിൽ എക്സെപ്റ്റ് ദിസ് കമ്മോഡിറ്റി ഫ്രം ടാക്സിങ് ഇൻ GST എന്ന് പറയാതെ ഇത് വരും. ഇനി നമ്മൾ ഓർത്ത് നോക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നത്. GST is levied on all transactions such as sale, transfer, purchase, barter, lease, import or any. നമ്മൾ ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, ട്രാൻസാക്ഷൻ നടക്കണം, പൈസയ്ക്കായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, സെയിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പർച്ചേസ് ചെയ്യേണ്ടത്, ബാർട്ടർ ചെയ്യേണ്ടത്, ലീസ് ചെയ്യേണ്ടത്, ഇമ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് റെൻഡർ ചെയ്യുന്നത്. പൈസ മേടിക്കാത്ത ഒരു സർവീസിന് നമുക്ക് എന്ത് ആപ്ലിക്കബിൾ അല്ല, GST ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ട്രാൻസാക്ഷൻ നടന്നാലേ GST ആപ്ലിക്കബിൾ ഉള്ളൂ. ഇനി ഏതൊക്കെ സെൻട്രൽ ടാക്സുകളാണ് സബ്മിറ്റ് ചെയ്തത്, നമുക്കതാണ് പഠിക്കേണ്ടത്. ഇത്രയും കാലം കസ്റ്റംസ് ഡ്യൂട്ടി വേറെ ആയിരുന്നു, എന്താ പറയുക, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി വേറെ ആയിരുന്നു. ഇതെല്ലാം വേറെ ആൾക്കാർ വഴി അവർ കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അതെന്തായി, ഒരു പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒന്നിലേക്ക് സബ്മേഴ്സ് ചെയ്തു. പക്ഷേ ടുബാക്കോ അല്ല, കസ്റ്റംസ് ഡ്യൂട്ടിയും പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെയും അത് GSTയിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ കാരണം ഇത് സെൻട്രൽ സബ്ജക്റ്റാണ്, പെട്രോളിയം മിനിസ്ട്രിയൊക്കെ ഉണ്ട്. പിന്നെ ഈ കസ്റ്റംസ് എന്താ പറയുക, എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങൾ കസ്റ്റംസ് ക്ലിയർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും എന്ത് ചെയ്തു, ഒരു കമ്പൈൻ ചെയ്തു, ഒറ്റ ആക്ട് ആക്കി. ഇതെല്ലാം പല ഡിപ്പാർട്ട്മെൻറ്റ്സും പല ആക്റ്റുകളുമായിരുന്നു. സർവീസ് ടാക്സിന് ആക്ട് വേറെ ആയിരുന്നു, സെൻട്രൽ സെയിൽസ് ടാക്സിൻ്റെ ആക്ട് വേറെ ആയിരുന്നു. ഇതെല്ലാം പഠിക്കണമായിരുന്നു നമ്മൾ. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് എന്താക്കി, ഒറ്റ ആക്കി. ദാറ്റ് നെയിം ഇസ് കോൾഡ് CGST, സെൻട്രൽ GST എന്ന് പറയുന്ന അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇതിനെല്ലാം സബ്മേഴ്സ് ചെയ്തു. ഇനി പണ്ട് ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരുന്ന വേറെ ആൾക്കാരാണ്, വേറെ ആൾക്കാരെ വെച്ച് ഗവൺമെൻറ് കളക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു.
അടുത്തത് സ്റ്റേറ്റുകളുടെ കേസിൽ നമ്മൾ പറഞ്ഞു ലിക്കർ എക്സെപ്റ്റഡ് ആണ്, അതുകൊണ്ട് ജി എസ് ടിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. സ്റ്റാമ്പ് ഡ്യൂട്ടിയും പറ്റില്ല, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്താണ് വേറെ ആക്ട്. പക്ഷേ സ്റ്റേറ്റ് വാറ്റ്, കെ വാറ്റ് നമുക്ക് ലയിപ്പിക്കേണ്ടി വന്നു. ലക്ഷറി ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, പർച്ചേസ് ടാക്സ് ലയിപ്പിക്കേണ്ടി വന്നു. എൻട്രി ടാക്സ്, അതായത് വേറൊരു സംസ്ഥാനത്ത് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് വിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ സാധനം കേരളത്തിലേക്ക് കയറ്റണമെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, എൻട്രി ടാക്സ് അടച്ചൊന്ന് നോക്കുകയാണ്. ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് ഇതിനെല്ലാം എന്താക്കി ജി എസ് ടിയുടെ പരിധിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻഡ്, സി ജി എസ് ടി, എസ് ജി എസ് ടി വന്നു. സി ജി എസ് ടി കുറേ സെൻട്രൽ ടാക്സുകളെ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. എസ് ജി എസ് ടി എന്ത് ചെയ്തു, കുറേ സ്റ്റേറ്റ് ടാക്സുകളെ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. ഇങ്ങനെ പല ആക്റ്റുകളെ കമ്പൈൻ ചെയ്തതാണ് എന്തുണ്ടാക്കിയത്, ജി എസ് ടി ഉണ്ടാക്കിയത് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്തത്. ഇനി അടുത്ത നമ്മൾ ടാക്സ് ഫ്രെയിം വർക്ക് ഇൻ ഇന്ത്യ. നമ്മളിത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്തതാണ്. ഈ പല ടാക്സുകളെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഇതിന് മുമ്പുള്ള സ്ട്രക്ചർ ഞാൻ ഈ പിക്ചറിൽ കാണുന്നുണ്ട്. ഇതിനകത്ത് അതിന് മുമ്പുള്ളതിൻ്റെ അകത്ത് സെൻട്രൽ ടാക്സും എല്ലാം പലതും കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തായി, സിംഗിൾ ടാക്സ് ജി എസ് ടി ആയി, സിംഗിൾ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായി, യൂണിഫോം ലോ ഉണ്ടായി, ഇതെല്ലാം കമ്പ്യൂട്ടറൈസ് ചെയ്തു. പക്ഷേ ജി എസ് ടി എന്താണ്, 3 സ്പ്ലിറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എന്തൊക്കെയാണ്, സി ജി എസ് ടി, എസ് ജി എസ് ടി ആൻഡ് യു ടി എസ് ടി വന്നു. അതിൻ്റെ കൂടെ ഇനി ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ വന്നാൽ എന്താകും, ഐ ജി എസ് ടി. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പഠിക്കും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിലി മനസ്സിലാക്കാം. ഇതാണ് ടാക്സ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ, ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചർ. ഈ രണ്ടാമത് കാണുന്ന ഈ പറഞ്ഞ പിങ്ക് കളറിലുള്ള ആ സർക്കിളിൻ്റെ താഴെയും ആ സർക്കിളും ആ താഴെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ടാക്സ് ഫ്രെയിം വർക്ക് ഇൻ ഇന്ത്യ. അതിന് 3 ഡിവൈഡ് ചെയ്യുന്നു. സി ജി എസ് ടി, ഐ ജി എസ് ടി, എസ് ജി എസ് ടി ആൻഡ് യു ടി ജി എസ് ടി, പിന്നെ അതല്ലാതെ ഐ ജി എസ് ടി വരുന്നുണ്ട്. ഇനി എന്താ ഇതെന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുമാണ്. നൗ ഫ്രെയിം വർക്ക് ഓഫ് ജി എസ് ടി, ഇന്ത്യ വിൽ have a concurrent dual GST comprising of central GST and state GST. നമ്മളത് പറഞ്ഞാണ്. ജി എസ് ടി റേറ്റ് ഈസ് ഈക്വൽ ടു സി ജി എസ് ടി റേറ്റ് പ്ലസ് എസ് ജി എസ് ടി റേറ്റ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ജി എസ് ടി റേറ്റ് കിട്ടും. ടാക്സ് കളക്റ്റഡ് ഈസ് ജി എസ് ടി വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് പെർ ആസ് പെർ അവർ റേറ്റ്സ്. കളക്ട് ചെയ്തിരിക്കുന്ന അത് സെൻട്രൽ റേറ്റ് എത്രയാണോ സ്റ്റേറ്റ് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. Next one, state GST would be administrated by state government. CGST will be administrated by central government. IGST will be administrated by central government. Central government ആണ് IGST ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ആ പറഞ്ഞ ഇൻ്റർ സ്റ്റേറ്റ് ആൾക്കാരുമായിട്ട് അതുപോലെ സബ്സിഡി ചെയ്യുകയും ചെയ്യും. ഇനി in this model all the goods and services would be subject to concurrent taxation of state and central. എല്ലാ ഗുഡ്സിനും സ്റ്റേറ്റിൻ്റെയും സെൻട്രലിൻ്റെയും ടാക്സ് ഓട്ടോമാറ്റിക്കലി കയറി വരും. For example, if the product is levied base price of rupees 10,000 at the rate of GST of 8% and CGST 3% and SGST 5%. അപ്പോൾ എന്താണെന്ന് നോക്കി, 8% ജി എസ് ടി, അതിൽ 3% സെൻറ്ററും 5% സ്റ്റേറ്റുമാണ്. ടാക്സ് കളക്റ്റഡ് വുഡ് ബി 8,000 and 3,000. 3,000 goes to central government and 300 goes to central government and 500 goes to സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. മറ്റേത് രണ്ട് പേരായിരുന്നു കളക്ട് ചെയ്യേണ്ടിരുന്നത്. അവിടെ 500 രൂപ സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്യുമായിരുന്നു, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് 300 രൂപ കളക്ട് ചെയ്യുമായിരുന്നു. തിരിച്ചാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ് 500ഉം 300ഉം. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല, ഇത് രണ്ടും കൂടെ 800 രൂപയെ ടാക്സ് കളക്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇത് ഡിവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്തുള്ളതായിരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ജി എസ് ടി ഫ്രെയിം വർക്ക്. ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. ഇവിടെ നോ എക്സൈസ് ഡ്യൂട്ടി ഇല്ല, നോ സർവീസ് ടാക്സ് ഇല്ല, എല്ലാം കൂടെ എന്തായി ഇപ്പം ഒറ്റയടിക്ക് ജി എസ് ടി ആയി. ഇപ്പോഴത്താണ് വാറ്റ് ഇല്ല, സെസ് ഇല്ല, സർചാർജസ് ഇല്ല, ടാക്സസ് ഇല്ല, ഇതെല്ലാം കൂടെ എന്തായി എസ് ജി എസ് ടി ആയി. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ടാക്സിലേക്ക് വന്നു. ഇതുകൊണ്ടുള്ള നിങ്ങൾ ചിന്തിക്കും വളരെ എളുപ്പമാണിത്, എന്താണ് ഇതിൻ്റെ അത് മാറ്റമുള്ളതെന്ന് ചോദിക്കും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സെൻറ്ററിന് ടാക്സ് അടയ്ക്കേണ്ട ആൾ സെൻറ്ററിന് അടച്ചുകൊണ്ടിരുന്നു, സ്റ്റേറ്റിന് അടയ്ക്കേണ്ട ആൾ സ്റ്റേറ്റ്, ഇത് രണ്ടും കൂടെ ഇരിക്കണ്ട. ഇപ്പോൾ എന്താ, ഒരാൾക്ക് അടച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയിക്കോളും. അപ്പം രണ്ടിടത്ത് പേയ്മെൻറ്റ് നടത്തുന്നതിന് പകരം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ആക്കി. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ബിഗസ്റ്റ് ബെനിഫിറ്റ് ഓഫ് ഫ്രെയിം വർക്ക് ഓഫ് ജി എസ് ടി മോഡൽ. അടുത്തൊരു വലിയ ആസ്പെക്റ്റ് വരുന്നത് ഐ ജി എസ് ടി ആണ്. വാട്ട് ഈസ് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി? ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി അഡോപ്റ്റ് ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഒരു സാധനം തമിഴ്നാട്ടിലേക്ക് പോകുന്നു, വിൽക്കാൻ കൊണ്ടുപോകും. അപ്പോൾ ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ജി എസ് ടി കേരള സ്റ്റേറ്റ് ജി എസ് ടി അടയ്ക്കണം, തമിഴ്നാട് സ്റ്റേറ്റ് ജി എസ് ടി അടയ്ക്കണം, പ്ലസ് സെൻട്രൽ ജി എസ് ടി അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 2 എസ് ജി എസ് ടി കളക്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ 2 എസ് ജി എസ് ടി കളക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു സി ജി എസ് ടി, ഇങ്ങനെ 3 ആയിട്ട് കളക്ട് ചെയ്യുമല്ലോ, നമ്മൾ ഒരു ജി എസ് ടി ആയിട്ടല്ല കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്ഫർ നടന്നാൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എസ് ജി എസ് ടി അല്ല, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഐ ജി എസ് ടി മേടിക്കും. ഐ ജി എസ് ടിയിൽ കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് പ്ലസ് സെൻട്രൽ ഗവൺമെൻറ് ഒരുമിച്ച് കളക്ട് ചെയ്യും, അന്ന് ഡിവൈഡ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. സെൻട്രൽ വുഡ് ലെവി ഐ ജി എസ് ടി വിച്ച് ഐ ജി എസ് ടി ഈസ് ഈക്വൽ ടു സി ജി എസ് ടി പ്ലസ് എസ് ജി എസ് ടി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ തമിഴ്നാട് ഗവൺമെൻറ്റിന് വേറെ ടാക്സും റേറ്റും ഇല്ല, കേരള ഗവൺമെൻറ്റിന് വേറെ ടാക്സ് റേറ്റ് ഇല്ല, എല്ലാവർക്കും ഒരു ടാക്സ് റേറ്റേ ഉള്ളൂ. എസ് ജി എസ് ടി എല്ലാവർക്കും ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ
ഇത് ഐ ജി എസ് ടിയിലേക്ക് പോകും. ദ റവന്യൂ കളക്റ്റഡ് ഇൻ ഐ ജി എസ് ടി വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് സ്റ്റേറ്റ് ആൻഡ് ദി സെൻറ്റർ ആസ് പെർ എസ് ജി എസ് ടി ആൻഡ് സി ജി എസ് ടി റേറ്റ്സ്. ഇത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്, ഇതിൻ്റെ മെക്കാനിസം പഠിക്കുന്നുണ്ട്. ഐ ജി എസ് ടി ഒരു ടാക്സ് അല്ല, ശരിക്കും അതൊരു മെക്കാനിസമാണ്. ശരിക്കും 2 ടാക്സേ ഉള്ളൂ, എസ് ജി എസ് ടിയും സി ജി എസ് ടിയും ഉള്ളൂ. പക്ഷേ ഇൻട്രസ്റ്റേറ്റ് വരുമ്പോഴത്തേനും അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെക്കാനിസം മാത്രമാണ് എന്ത്, ഐ ജി എസ് ടി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം വിൽ ബി ഫോളോഡ്. ഇൻപുട്ട് ടാക്സ് എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ പറയാം. എസ് ജി എസ് ടി ഈസ് എ ക്രെഡിറ്റ് ടു ഇമ്പോർട്ടിംഗ് സ്റ്റേറ്റ് ആസ് അഗെയിൻസ്റ്റ് ദി എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റ്. ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ ഇമ്പോർട്ടിംഗ് സ്റ്റേറ്റ് തമിഴ്നാടാണ്, കേരളത്തിൽ നിന്നാണ് സാധനം പോകുന്നത്. അപ്പോൾ എക്സ്പോർട്ടിംഗ് സ്റ്റേറ്റിലേക്കുള്ള ഒരു ക്രെഡിറ്റാണ്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, പിന്നെ ഡീറ്റെയിൽ നമുക്കത് പറയാം. ഐ ജി എസ് ടി എന്താണെന്ന് വെച്ചാൽ ഇത്രയുള്ള ഇൻഡസ്ട്രേറ്റ് ട്രാൻസ്ഫറിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്സ് സിസ്റ്റമാണ് ഐ ജി എസ് ടി. ഇനി മെക്കാനിസം ഓഫ് ഐ ജി എസ് ടി, ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പഠിക്കാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കുക. എക്സ് ഇൻ മുംബൈ ഹാസ് സോൾഡ് ഗുഡ്സ് വർത്ത് ₹10 lakhs ടു വൈ ഇൻ മുംബൈ. അപ്പോൾ എന്താണ്, എക്സ് വൈക്ക് എന്ത് ചെയ്തു, ഗുഡ്സ് സോൾഡ് ചെയ്തു മുംബൈയിലാണ്. ഞാനിത് എഴുതുന്നുണ്ട്, ഞാനത് പിന്നെ അത് കഴിഞ്ഞ് എഴുതുന്നത് കാണിച്ചു തരാം. ഇനി അത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? സെയിൽ വാസ് ഓഫ് 10 lakhs. 10 lakhsനാണ് സെയിൽ നടന്നത്. 10 lakhsന് സെയിൽ നടന്നു. ഇനി ഇപ്പോഴത്തെ ടാക്സ് റേറ്റ്സ് എത്രയാണെന്ന് നോക്കുക ക്വസ്റ്റിൻ്റെ അകത്ത്. നമ്മൾ ക്വസ്റ്റിൻ്റെ അകത്ത് നൗ സെക്കൻഡ് അത് നിന്നോട്ടെ. സപ്പോസ് ദ എസ് ജി എസ് ടി റേറ്റ് ഈസ് 12%. എസ് ജി എസ് ടി റേറ്റ് 12% ആണ്. എസ് ജി എസ് ടി 12% ആണ്. നിങ്ങളിത് നോട്ടിൽ എഴുതണം. നിങ്ങൾ നോട്ടിൽ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഈ ബ്രേക്ക് ഇട്ടിരിക്കുന്നത്. സി ജി എസ് ടി എന്ന് പറയുന്നത് 14% ആവും. സോ സി ജി എസ് ടി 14% ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് വൈക്ക് മുംബൈയിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുമ്പം എത്ര രൂപ ടാക്സ് കൊടുക്കേണ്ടി വരും? വൈ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് 12% എസ് ജി എസ് ടി അടയ്ക്കണം. അതായത് 1,20,000 രൂപ എസ് ജി എസ് ടി ആയിട്ട് അടയ്ക്കണം. ഇനി വൈ 1,40,000 രൂപ എന്തായിട്ട് അടയ്ക്കണം? സി ജി എസ് ടി ആയിട്ട് അടയ്ക്കണം. കാരണം 14% വെച്ച് വൈ അടച്ച് ആർക്ക് എക്സിന് കൊടുക്കണം. അപ്പോൾ വൈ ഇപ്പോൾ അത് ഇത്രയും അടച്ച് സാധനം സെയിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രശ്നം എന്താ? വൈ ഓഫ് മുംബൈ സോൾഡ് ദ സെയിം ഗുഡ്സ് ടു ഇസഡ് ഇൻ രാജസ്ഥാൻ. അപ്പം വൈ എന്ത് ചെയ്തു? ഈ സാധനം കൈവച്ചില്ല, അയാൾ സെയിൽ ചെയ്തു. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ രാജസ്ഥാനിലേക്കാണ്. അപ്പോൾ എന്താ വേണം? ഐ ജി എസ് ടി വന്നു. ഇനി ഐ ജി എസ് ടി എന്താ നമ്മൾ പഠിച്ചതാണ്. എന്താ ഐ ജി എസ് ടി? സി ജി എസ് ടി പ്ലസ് എസ് ജി എസ് ടി ആണ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ എത്ര വന്നു? 12% പ്ലസ് 14% ഈക്വൽ ടു 26% ആണ് ഐ ജി എസ് ടി. എത്ര രൂപയ്ക്കാണ് വിറ്റേ? 10,50,000 വിറ്റത്. അപ്പം 10,50,000 വിറ്റാൽ 10,50,000 26% എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 10,20,000 26% എന്ന് പറയുന്നത് 2,73,000 ആണ്. സോ ഇസഡ് പേ ചെയ്യേണ്ടത് 2,73,000 വൈക്ക് പേ ചെയ്തു. പക്ഷേ വൈ ഇത്രയും പൈസ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുമോ? ഇല്ല. വൈ എന്ത് പറയും? പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ എത്ര രൂപ ഇത് അടച്ചിട്ടുണ്ട്? ഞാൻ എസ് ജി എസ് ടി സി ജി എസ് ടി ആയിട്ട് ഞാൻ അടച്ചിരിക്കുന്നത് 2,60,000 രൂപ ഞാൻ എന്തായിട്ട് അടച്ചിട്ടുണ്ട്? 2,60,000 രൂപ ഞാൻ എസ് ജി എസ് ടി ആയിട്ടും സി ജി എസ് ടി ആയിട്ടും ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എത്ര വേണം? 2,60,000 രൂപ വേണം. പക്ഷേ ഇപ്പോൾ ഞാൻ അടയ്ക്കേണ്ട ടാക്സ് എത്രയാണ്? ഞാൻ കളക്ട് ചെയ്തിരിക്കുന്ന ഇസഡിൽ നിന്ന് 2,73,000 രൂപ. അപ്പോൾ ഇതേ പ്രോഡക്റ്റിന് ഞാൻ 2,60,000 രൂപ ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇനി എക്സ്ട്രാ വരുന്ന 13,000 രൂപയെ ഞാൻ എങ്ങോട്ട് അടയ്ക്കുകയുള്ളൂ? ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയുള്ളൂ എന്ന് പറയും. ഈ പറയുന്ന 2,60,000 നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ അടച്ച പൈസ. ഇനി ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ട് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇത് ഞാൻ ക്യാമറയിൽ കാണിക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. യെസ്. ഇവിടെ ആദ്യം എന്താ ചെയ്തത്? എക്സ് വൈക്ക് ട്രാൻസ്ഫർ ചെയ്തു. മുംബൈയിലാണ് 10 ലക്ഷം രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു. നമ്മുടെ എസ് ജി എസ് ടി റേറ്റ് 12%, സി ജി എസ് ടി റേറ്റ് 14%. അപ്പോൾ വൈ എന്തടയ്ക്കണം? വൈ ടാക്സ് എക്സിന് കൊടുക്കണം. അയാൾ ഗവൺമെൻറ്റിലേക്ക് അടച്ചോളും. അടയ്ക്കേണ്ട പൈസ എന്ന് പറഞ്ഞാൽ എസ് ജി എസ് ടി ആയിട്ട് 12%, 10 ലക്ഷത്തിൻ്റെ 1,20,000 രൂപ. 10 ലക്ഷത്തിന് 14% സി ജി എസ് ടി ആയിട്ട് 1,40,000 രൂപ. അപ്പോൾ ടോട്ടൽ അയാൾ കൊടുത്തത് എത്ര രൂപയാണ്? 2,60,000 രൂപ അയാൾ എന്തായിട്ട് കൊടുത്തു? ടാക്സ് ആയിട്ട് എക്സിന് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി എക്സ് അത് ഗവൺമെൻറ്റിലേക്ക് അടച്ച് കാണണം. കാരണം ഇതെന്താണ്? ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് അത് കിട്ടും. ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈ ഇസഡിന് സാധനം കൊടുത്തു 10,50,000 രൂപയ്ക്ക്. പക്ഷേ വൈ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ മുംബൈയിൽ നിന്ന് എങ്ങോട്ട് പോയി? രാജസ്ഥാനിലേക്ക് സാധനം പോയി. അപ്പോൾ എന്ത് വരും?
ഇൻട്രസ്റ്റ് റേറ്റ് ട്രാൻസ്ഫർ വന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്ത് വരും എന്നാണ് നമ്മൾ പറഞ്ഞത്? IGST കയറി വരും. അപ്പോൾ IGST എന്ന് പറഞ്ഞാൽ എന്താണ്? CGST പ്ലസ് SGST. ഇത് രണ്ടും കൂടെ കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? IGST കിട്ടുന്നത്. 12% പ്ലസ് 14%, 26%. എത്ര രൂപയ്ക്കാണ് വിറ്റേ? 10,50,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ 10,50,000 26% എന്ന് പറയുന്നതാണ് 2,73,000. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ കിട്ടും. സോ 2,73,000 രൂപ നമുക്ക് എന്തായിട്ട് വരുന്നു? IGST ആയിട്ട് വരും. IGST ആയിട്ട് വരും. കളക്ട് ചെയ്യേണ്ട പൈസയാണ്. ആര്? YZ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ പോകുമ്പോൾ Y പറയും, ഞാൻ ഇസഡിൽ നിന്ന് 2,73,000 കളക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതേ സാധനം മേടിച്ചപ്പോൾ ഞാൻ എത്ര രൂപ ടാക്സ് ആയിട്ട് അടച്ചു? ഇതേ സാധനം ഞാൻ എന്തായിട്ട് കളക്ട് ചെയ്തു? 2,60,000 രൂപ SGSTയും CGST ഇനത്തിൽ അടച്ചിട്ടാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. അപ്പോൾ ഞാൻ ഈ 2,60,000 രൂപ എന്ത് ചെയ്യുന്നു? ഇയാളിൽ നിന്ന് കുറച്ചിട്ട് 2,73,000 കളക്ട് ചെയ്തു. കാരണം ഇതെൻ്റെ പൈസയാണ് ബാക്കി പോയിരിക്കുന്നത്. ആ പൈസ ഞാൻ കളക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 13,000 രൂപയെ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുള്ളൂ. കാരണം എക്സ്ട്രാ വരുന്ന ആ 13,000 രൂപ, ഈ 2,60,000 രൂപയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. കാരണം എന്താ? ഞാൻ ഇൻപുട്ട് മേടിച്ച സാധനത്തിന് ഞാൻ ടാക്സ് കൊടുത്ത 2,60,000. അതാണ് എൻ്റെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇനി ഞാൻ ഔട്ട്പുട്ട് ടാക്സ് എത്രയാണ്? എൻ്റെ 2,73,000. അപ്പോൾ അത് രണ്ടും വ്യത്യാസം എത്രയാണ്? 13,000 രൂപയാണ് വ്യത്യാസം. ഈ 13,000 രൂപ ഇയാൾ എവിടെ അടയ്ക്കും? ഗവൺമെൻറ് അടയ്ക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയർ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ ഇഷ്യൂ നമ്മളിതിൽ അതുകൊണ്ട് ട്രാൻസ്ഫർ തീരുന്നില്ല. ഇയാൾ ഇനിയും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇസഡ് ഫൈനൽ കസ്റ്റമർ. ഇസഡ് now the second stage, ഇസഡ് ഓഫ് രാജസ്ഥാൻ സോൾഡ് ദ സെയിം ഗുഡ്സ് ടു കസ്റ്റമർ. പക്ഷേ അയാൾ വിറ്റത് 11 ലക്ഷം രൂപയ്ക്കാണ്. ഓക്കെ, ഇനി എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. മിസ്റ്റേക്ക്. നമ്മളതിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഇവിടെ ഇയാൾ ഇസഡ് സിക്ക് എത്ര രൂപയ്ക്ക് കസ്റ്റമറിന് വിറ്റു? 11 ലക്ഷം രൂപയ്ക്ക്. ഇവിടെ പ്രശ്നം നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ രാജസ്ഥാനിൽ തന്നെയാണ് ട്രേഡ് നടന്നത്. അപ്പോൾ നമുക്ക് 2 സാധനം വരും. CGSTയും വരും, SGSTയും വരും. എത്ര ശതമാനമാണ്? 14% CGST, 12% SGST. അപ്പോൾ ഇതിൻ്റെ 14% എത്രയാണ് കണ്ടുപിടിക്കണം? CGST എത്രയാണ്? ഇത് 12% എത്രയാണ് കണ്ടുപിടിക്കണം. സോ 11 ലക്ഷത്തിൻ്റെ നമുക്ക് നോക്കാം. കാൽക്കുലേറ്റർ എടുത്ത് നോക്കാം. 1 സെക്കൻഡ്. കാൽക്കുലേറ്റർ എടുത്ത് നമുക്ക് നോക്കാം. 1 സെക്കൻഡ്. നമുക്ക് നോക്കാം എത്രയാണ്. ഇറ്റ്സ് 11 into 0.14. 0.14. 1,54,000 രൂപയാണ് CGST ആയിട്ട് വരേണ്ടത്. ഇനി SGST ആയിട്ട് വരേണ്ടത് 11 into 0.12, 12%. 1,00,000 SGST ആയിട്ട് വരേണ്ടത് 1,32,000 രൂപയാണ്. സോ ടോട്ടൽ 1.54 പ്ലസ് 1.32 is equal to 2.86. 2.86,000 ആയിട്ടാണ് ഇതെന്ത് വരുന്നത്? ടോട്ടൽ ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. സോ ഇനി നമ്മൾ ക്യാമറയിലേക്ക് വരുന്നു. സോ ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. CGST ആയിട്ട് ഈ ഇനത്തിൽ 1,54,000 രൂപയും കസ്റ്റമറിൽ നിന്ന് ഇസഡ് കളക്ട് ചെയ്യണം. അപ്പോൾ ഇത് SGST ആയിട്ട് 1,32,000 രൂപ കളക്ട് ചെയ്യേണ്ട ഇയാൾ ടോട്ടൽ 2,86,000 രൂപ ടാക്സ് ആരിൽ നിന്ന് കളക്ട് ചെയ്യണം? കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത് ഇയാളുടെ ഔട്ട്പുട്ട് ടാക്സ് ആയിട്ട് വരും. പക്ഷേ ഇയാൾ സമ്മതിക്കുമോ അത്രയും പൈസ കൊടുക്കാൻ? ഇല്ല. അയാൾ എന്ത് പറയും? ഞാൻ 2,73,000 രൂപ ആർക്ക് ടാക്സ് കൊടുത്തിട്ടുണ്ട്? ഇസഡിന് ടാക്സ് വൈക്ക് ഞാൻ ടാക്സ് കൊടുത്തിട്ടാണ് ഈ സാധനം മേടിച്ചത്. അപ്പോൾ ഇയാൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് എത്ര ക്ലെയിം ചെയ്യും? 2,73,000 രൂപ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 73, 86 നമ്മൾ വ്യത്യാസം എത്രയായിരിക്കും? ഇവിടെയും 13,000 രൂപയാണ് വ്യത്യാസം വരുന്നത്. എക്സാക്ട്ലി 13,000 രൂപ ടാക്സ് അടയ്ക്കണം. പക്ഷേ നമുക്ക് അവിടെ അങ്ങനെ 13,000 രൂപ ടോട്ടൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണം. 13,000 രൂപ SGST ആയിട്ടും CGST ആയിട്ടും. പക്ഷേ നമുക്ക് ഇവിടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് നമുക്കറിയേണ്ടത് ഇത് 1 സെക്കൻഡ് ലോഡാവട്ടെ. പ്ലീസ് വെയിറ്റ്. നമുക്കിവിടെ അറിയേണ്ടത് ഈ പറഞ്ഞ ഇത്രയുമല്ല.
നമുക്കറിയേണ്ടത് ഇനി ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കും. ഇപ്പോൾ 13,000 രൂപ എക്സ്ട്രാ ആർക്ക് അടയ്ക്കണം? 13,000 രൂപ 13,000 രൂപ നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ആര് ഇസഡ് നിങ്ങൾ സെർച്ച് ചെയ്യാൻ മതി. ഇസഡ് രാജസ്ഥാൻ സോൾഡ് കസ്റ്റമർ 11 lakhs ആൻഡ് ഹീ വിൽ കളക്ട് 6th പോയിന്റ് നോക്കിയാൽ മതി. ഫ്രം ഹിം 1 lakh നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 1,32,000 ആസ് SGST ആൻഡ് 1,50,000 ആസ് CGST. ഇസഡ് ഹാസ് ഓൾറെഡി പേ 2,73,000. നമ്മളത് നേരത്തെ പറഞ്ഞു, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മേടിച്ചിട്ടാണ് അയാൾ സാധനം മേടിച്ചത്, IGST. So he will be liable to pay CGST and SGST, which is input tax credit കൂടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് എക്സ്ട്രാ 13,000 രൂപ എങ്ങനെ വരും? 6,000, അതിലെ 6,000 രൂപ SGST, ഈ 13,000-ലെ 6,000 രൂപ SGSTയും 7,000 രൂപ CGSTയും. അതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾ ഈ കണ്ടാൽ മതി. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എങ്ങനെയാണ് വന്നത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ആ വാല്യൂസ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ അത് കാണിക്കാം. ഈ 13,000 എങ്ങനെയാണ് 5,000-ഉം 6,000-ഉം ആയെന്ന് ചോദിച്ചാൽ ഇവിടെ കണ്ടോ, 2,73,000 രൂപ ഇയാൾ SGST 26% അടയ്ക്കേണ്ടി വന്നില്ലേ? അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈ 10,50,000-ൻ്റെ 12% എത്രയാണ്? 10,50,000-ൻ്റെ 14% എത്രയാണ്? എന്നിട്ട് ഇതുമായിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 6,000 രൂപ SGST ആയിട്ടും കിട്ടും, 7,000 രൂപ CGST ആയിട്ടും കിട്ടും. ഈ രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13,000 രൂപ. ഈ 13,000 രൂപ വരുന്നത് 6,000 രൂപ SGST ആയിട്ടും 7,000 രൂപ CGST ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത്. ഇനി ഇത്രയല്ല, സെൻട്രൽ ഏജൻസി എന്ത് ചെയ്യും? ഈ ലാസ്റ്റ്, കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 1,20,000 രൂപ ആർക്ക് കിട്ടി? മുംബൈ ഗവൺമെൻറ്റിനാണ് കിട്ടിയത്. ആദ്യത്തെ ട്രാൻസാക്ഷനിൽ 1,20,000 രൂപ മുംബൈ ഗവൺമെൻറ്റിനാണ് കിട്ടിയത്. പക്ഷെ മുംബൈ ഗവൺമെൻറ് അല്ല, മുംബൈ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ്റാണ്. മഹാരാഷ്ട്ര ഗവൺമെൻറ്റാണ് കിട്ടിയത്. പക്ഷേ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിന് ഈ 1,20,000 അർഹതയുണ്ടോ? കാരണം ഈ സാധനം അവസാനം വിറ്റത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ഈ 1,20,000 രൂപയെ പ്ലസ് ഈ എക്സ്ട്രാ വരുന്ന ഈ 6,000, അപ്പോൾ ഈ 6,000 അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഈ 1,20,000 രൂപ അവർ രാജസ്ഥാൻ ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്യും, സെൻട്രൽ ഗവൺമെൻറ്. കാരണം ഇത് മുംബൈയുടെ അല്ല, ഈ GST ആരുടെയാണ്? സ്റ്റേറ്റിൻ്റെയാണ്. സ്റ്റേറ്റായ രാജസ്ഥാനാണ്. കാരണം അവസാനത്തെ ഫൈനൽ കൺസ്യൂമർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ ഇതാണ് IGSTയുടെ വർക്കിംഗ്. കാരണം IGSTയുടെ വർക്കിംഗ് ഇതാണ്. കാരണം ഇതുണ്ട്, ഇവിടുന്ന് രാജസ്ഥാനിലേക്ക് വന്നപ്പോൾ ഈ 2,73,000 രൂപ അടച്ചതിൻ്റെ എക്സ്ട്രാ 13,000 രൂപ അടച്ചുള്ളൂ. ഈ 13,000 രൂപ അടച്ചതിനെ അവർക്കും ഈ പറഞ്ഞ രാജസ്ഥാൻ ഗവൺമെൻറ് ആകെ 13,000 രൂപ കിട്ടുള്ളൂ. അതിലും 7,000 രൂപ ആര് കൊണ്ടുപോകും? ഇവർ കൊണ്ടുപോകും, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫണ്ട് കുറവാണ് ആർക്ക് കിട്ടുന്നത്? രാജസ്ഥാൻ ഗവൺമെൻറ്. കാരണം അവരവിടെ സെയിൽ നടന്നിട്ടും ഇവർ നോക്കിയാൽ 13,000 26,000 രൂപയല്ലേ കിട്ടുന്നുള്ളൂ. ബാക്കി മുഴുവനും കളക്ട് ചെയ്ത് എവിടെയാണ്? മുംബൈയിലാണ്. ബാക്കിയെല്ലാം 1,20,000 കളക്ട് ചെയ്ത് മുംബൈയിലാണ്. എക്സ് കൊണ്ടേ അടയ്ക്കും. 1,40,000 രൂപ സെൻട്രൽ ഗവൺമെൻറ് കിട്ടുന്നതും എക്സ് കൊണ്ടേ അടയ്ക്കും. പക്ഷേ ഇത് മുംബൈ ഗവൺമെൻറ് അവകാശപ്പെട്ടതല്ല, അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ് അവകാശപ്പെട്ടതല്ല. അതിൻ്റെ കാരണം സെയിൽ നടന്നിരിക്കുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? രാജസ്ഥാനിലേക്ക് സെൻട്രൽ ഗവൺമെൻറ് IGST വഴി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെയാണ് IGST ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കാൽക്കുലേഷൻ ചെറുതായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പോയിന്റ്സ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് പോകുന്നു, GST കോമൺ പോർട്ടൽ. എന്താണ് GSTയുടെ കോമൺ പോർട്ടൽ? ദ GST കോമൺ പോർട്ടൽ ഹാസ് ബീൻ അവൈലബിൾ ടു എനേബിൾ taxpayers to enroll in GST and meet their GST compliance requirements, which like return filing. നിങ്ങളുടെ എന്ത് GSTയുടെ ആക്ടിവിറ്റി വന്നാലും, റൂൾസ് വന്നാലും, എന്ത് വന്നാലും അത് വരുന്നത് മുഴുവൻ GST പോർട്ടലിലാണ്. GST പോർട്ടൽ വേറൊന്നും അല്ല, ഒരു വെബ്സൈറ്റാണ്. നമ്മുടെ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റാണ് ഈ കാണുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ് കാണുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ സർവീസസ് അവൈലബിൾ ആണ് അതെല്ലാം ടാബായിട്ട് കിടപ്പുണ്ട്. GST ലോ കിടപ്പുണ്ട്, എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ അതുണ്ട്. സെർച്ച് ഫോർ ടാക്സ് പെയർ ഉണ്ട്. നമുക്ക് ഈ റിട്ടേൺ ബിൽ, അത് റിട്ടേൺ ബില്ലൊക്കെ നമ്മൾ പഠിക്കും. ബില്ലും റിട്ടേൺ ബില്ലൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ആ സമയം നമുക്ക് ഡീറ്റെയിൽ ആക്കി ഇത്ര ഓർത്താൽ മതി. GST കോമൺ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റാണ്. ടാക്സ് പേയേഴ്സിന് അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അറിയാനും അത് എൻ്റർ ചെയ്യാനും അവരുടെ ബില്ല് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമാണ് എന്ത്? GST കോമൺ പോർട്ടൽ. നെക്സ്റ്റ് അടുത്തത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പറയുന്നത് HSN. HSN എന്ന് പറഞ്ഞാൽ ഹാർമോണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ വിച്ച് ഈസ് ഡെവലപ്ഡ് ബൈ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ. വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷനാണ് ഈ പറഞ്ഞ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓരോ പ്രൊഡക്റ്റിനും അവർ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഒരു 6 ഡിജിറ്റ് യൂണിഫോം നമ്പർ. കാരണം റബ്ബറെന്ന് നമ്മളിവിടെ റബ്ബറെന്ന് വിളിക്കുന്ന സാധനം ചിലപ്പോൾ ചൈനയിൽ അതിനെ ഹാങ്കുങ് എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഓരോ രാജ്യത്ത് എന്താ വിളിക്കുന്നതെന്ന്. അല്ലെങ്കിൽ സ്റ്റേറ്റുകൾ തന്നെ മാറുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കി, ഇവിടെ വെള്ളം എന്ന് വിളിക്കുന്നതിന് തണ്ണി എന്നാണ്
തമിഴ്നാട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതാവും. അപ്പോൾ അവിടുന്ന് തണ്ണി അയച്ചിട്ടുണ്ടെന്ന് പറയും, നമുക്ക് ഇവിടുന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി വേൾഡ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, റബ്ബറിൻ്റെ നമ്പർ ഇത്ര ഒരു 6 നമ്പറുണ്ട്, ഞാൻ എന്ത് പ്രൊഡക്റ്റ് അയക്കുന്നതെന്ന് ചോദിച്ചാൽ ആ 6 നമ്പർ അടിച്ചാൽ എല്ലായിടത്തും ഈ പ്രൊഡക്റ്റ് അയക്കും. അപ്പം പ്രൊഡക്റ്റുകളെ തിരിച്ചറിയാൻ വേണ്ടി, അതായത് ഗുഡ്സിനെ ഏത് ഗുഡ്സാണ് അയക്കുന്നത് അത് തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, HSN നമ്പർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ 6 ഡിജിറ്റ് നമ്പർ. ഇത് 5000 പ്രൊഡക്ട്സിന് മുകളിൽ ഇത് വേൾഡ് വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു കോഡാണ്. HSN സിസ്റ്റം ഇസ് എ നോമൻക്ലേച്ചർ ഓഫ് ഗുഡ്സ്. SAC നമ്മൾ പിന്നെ വരും. HSN എന്താണെന്ന് ചോദിച്ചാൽ വേൾഡ് കസ്റ്റംസ് ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്താണ്. വേൾഡ് കസ്റ്റംസ് 181 മെമ്പേഴ്സ് ഉണ്ട്. ഇനി അവരെ എല്ലാ വർഷവും അവരെന്ത് ചെയ്യും, വേൾഡ് നമ്പറൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യും. ഇത് HSN എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഇപ്പോൾ റബ്ബർ ആണെങ്കിൽ അതിൻ്റെ നമ്പറുണ്ട്, 2, 3, 6 നമ്പർ ഉണ്ടാകും. ആ നമ്പറാണ് ഇതിനകത്ത് വരുന്നത്. ഇനി 6 നമ്പേഴ്സിൽ 2G റെപ്രസെൻ്റ് ചാപ്റ്റർ, ഏത് ചാപ്റ്ററിലാണ് ഈ കമ്മോഡിറ്റി കിടക്കുന്നത്, അടുത്ത 2 ഏത് ഹെഡിങ് ആണ്, അടുത്ത 2 സബ് ഹെഡിങ് ആയിരിക്കും. ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പം നിങ്ങൾക്ക് റോൾ നമ്പർ കിട്ടുന്നത്, നിങ്ങളെന്ന പ്രോഡക്റ്റിനെ അവർ റോൾ നമ്പർ ചെയ്തു. അതേപോലെ എവിടെ വന്നാലും നിങ്ങളുടെ പേര് മാറത്തില്ല. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്കൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ വിളിക്കുന്ന ചിപ്പിന്നോ മുത്തുന്നാണെങ്കിലും നിങ്ങളെന്താണ്, നിങ്ങൾ ആ നമ്പർ വെച്ചാണ് അറിയപ്പെടുക. ആ വിളിക്കുന്ന പേരൊന്നും അതിനകത്ത് പ്രസക്തമല്ല. അപ്പോൾ പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യാം, HSN നമ്പർ യൂസ് ചെയ്യാം. അടുത്തതാണ് SAC. SAC എന്ന് പറഞ്ഞാൽ സർവീസിനാണ്. ഗുഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ HSN നമ്പർ ആകുമ്പോൾ സർവീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്താണ്, SAC ആണ്. എ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ദി CBIS, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് കസ്റ്റംസ് ആണത്. അവരാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനെന്താണ്, സർവീസ് അക്കൗണ്ടിങ് കോഡ്. ഓരോ സർവീസിന് അവർ അക്കൗണ്ടിങ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു ക്ലാസിഫൈ സർവീസസ് ഫോർ ബെറ്റർ മെഷർമെൻറ്റ്, ടാക്സേഷൻ ആൻഡ് റെക്കഗ്നീഷൻ ഓഫ് സർവീസ്. അപ്പോൾ സർവീസുകളെ പല രീതിയിൽ, അപ്പോൾ ഏത് സർവീസാണ് യൂസ് ചെയ്യുന്നത് നമ്പറായിരിക്കും, SAC നമ്പറാണ് യൂസ് ചെയ്യുക. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ SAC ആൻഡ് HSN? വളരെ സിമ്പിളാണ്. HSN ഹാർമണൈസ് സിസ്റ്റം ഓഫ് നോമൻക്ലേച്ചർ ഗുഡ്സിനാണ്. ഓൺ ദി അതർ ഹാൻഡ് SAC എന്തിനായിരിക്കും, സർവീസസിനായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദെയർ ഇൻ SAC? 8 ഡിജിറ്റ് ആണുള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ സർവീസ് ആണെങ്കിൽ അതിന് കൃത്യമായ നമ്പറുണ്ട്. ആ നമ്പറായിരിക്കും അവിടെ SAC കോഡിൽ നമ്മൾ ലിസ്റ്റ് അവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ഷൻ ഓഫ് സർവീസ് ബിൽഡിംഗ്, അതിൻ്റെ നമ്പർ ഇതാണ് 99541. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് സർവീസാണ് നിങ്ങൾ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യാം, ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ അതടിച്ചാൽ അതിന് ടാക്സ് റേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഒരു കോമൺ നെയിം അല്ലെങ്കിൽ പർപ്പസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്, കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്തത് GSTN ആണ്. ഇത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അഗെയിൻ നമ്മളിത് പറയുന്നു. ഇൻകോപ്പറേറ്റഡ് ഇൻ 2013, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ്, പക്ഷേ 100% ഷെയർസും ഗവൺമെൻറ് കയ്യിലാണ്. ഇനി ഇത് എന്തിനു വേണ്ടിയൊക്കെയാണ്, സബ്മിറ്റിംഗ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ, ഫയലിംഗ് റിട്ടേൺസ്, അതിനൊക്കെയാണ്. ഇതൊരു ഒരു ടെക്നിക്കൽ കമ്പനി. അവർ ആ വെബ്സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അവരാണ്. വെബ്സൈറ്റിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ്സും അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇനി GSTൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പിന്നെയും പോകുന്നില്ല. ഇത് നിങ്ങളൊന്നുകൂടെ വായിച്ചാൽ മതി. പിന്നെ ഫങ്ഷൻസ്, ഫയലിംഗ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ, ഫയലിംഗ് റിട്ടേൺസ്, ക്രിയേഷൻ ഓഫ് ചെലാൻ ആൻഡ് ടാക്സ് പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അവർ ചെയ്യണം. ഇനി നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുന്നു. എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് GSTയുടെ ഔട്ട്സൈഡിലുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആൽക്കഹോൾ ഓഫ് ഹ്യൂമൻ കൺസംഷൻ നമ്മുടെ എന്തല്ല, ടാക്സ് റേറ്റിലുള്ളതല്ല, അത് സ്റ്റേറ്റിൽ തന്നെ ഇപ്പോൾ കയ്യിലുണ്ട്. ഫ്യൂവൽ, പെട്രോളിയം പ്രോഡക്ട്സ് അവരുടെ കയ്യിലില്ല. ടൊബാക്കോയും ഇതിൻ്റെ കയ്യിലല്ല. എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ ഔട്ട്സൈഡ് ദി GST പെർവ്യൂവിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇനി ഇത്രയും നമ്മൾ പോയപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ടാണ് പോയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ക്വറീസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുമോ, എനിക്ക് പേഴ്സണൽ വാട്സാപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്നെ ഫോൺ വിളിക്കുകയോ ചെയ്താൽ വിൽ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു ഫോർ ലിസണിങ്.